Okay, thank you. So we will start the third session of our online hands-on training on LaTeX. In today's session, my plan is to introduce two templates. One template for preparing your seminar report and another template for preparing your mini project report. അത് രണ്ടുമാണ് ഇന്ന് പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അയച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് മെയിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൈയോടെ ഇത് പ്രാക്ടീസ് ചെയ്താൽ യു വിൽ നോ ഹൗ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സെമിനാർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ഞാൻ പറയുന്ന രീതിയിൽ എല്ലാവരും ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ റിപ്പോർട്ടുകളും ഒരുപോലെ ആയിരിക്കും. സെമിനാറിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ളവരുടെ പേപ്പറുകളും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഗ്രഹിക്കുന്നത്. നിങ്ങളോട് പറയുന്ന അത്രയും കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഒരുപക്ഷെ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്ക് കുറയ്ക്കാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. മാത്രമല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എക്സാക്ട്ലി എല്ലാം ഫൈനൽ പ്രൊസീഡിങ്സിൽ എങ്ങനെയാണോ വരാൻ പോകുന്നത് അതുപോലെ തന്നെയുള്ളത് നിങ്ങൾക്ക് കാണാം. Okay, so I will move over to the presentation. Okay. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയുക. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. Yes, sir. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ IEEE template.tx എന്നുള്ള ഫയൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡറിൽ ഇത് കോപ്പി ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ ഒരു IEEE എന്ന ഒരു ഫോൾഡർ അത് ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലേക്ക് ഇത് കോപ്പി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിൽ IEEE template.tx എന്നുള്ള ഫയൽ അതിലേക്ക് കോപ്പി ചെയ്യുക. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ നിങ്ങളും ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം you open that TEX file. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ വേണ്ട ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം.
ചെയ്തിട്ടുള്ളവർ അങ്ങനെ ചെയ്യുക. ചെയ്യാൻ പറ്റാത്തുള്ളവർ ഇത് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. വെയിറ്റ് 1 minute. നിങ്ങളുടെ ഇമെയിൽ ബോക്സിലായിരിക്കും അത്. അവിടെ നിന്ന് ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞിരുന്നു, ഇൻസ്ട്രക്ഷൻസ് നേരത്തെ തന്നിരുന്നു ഇന്നലെ തന്നെ. ഐ ഹോപ്പ് യു ഹാവ് ഡൺ ദാറ്റ്. ഓക്കെ, ആരെങ്കിലും ചെയ്താലൊന്ന് പറയൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. അപ്പം എനിക്കറിയാമല്ലോ സമയം. എത്ര സമയം ചെയ്ത് കഴിഞ്ഞോ? ചെയ്തോ? ഓക്കെ, സോ ഐ ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഞാനിതിപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കിയിരിക്കുകയാണ്. ബൈ ഡിഫോൾട്ട് സ്ക്രീനിൻ്റെ പകുതിയിലേ അത് വരുന്നുള്ളൂ. അത് ഫുൾ സ്ക്രീൻ, ആ ടോപ്പിൽ ഫുൾ സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ഹാഫ് ഓഫ് ദ സ്ക്രീനാണ് ഇൻപുട്ടിനും അതർ ഹാഫ് ഔട്ട്പുട്ടിനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ യു ക്യാൻ മേക്ക് ഇറ്റ് ഫുൾ സ്ക്രീൻ, ദർ ഈസ് നോ പ്രോബ്ലം. ടൈപ്പ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി സ്ക്രീനിലേക്ക് നോക്കൂ. നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ മതി. ഞാൻ പറയുന്ന ലൈൻ നമ്പറുകൾ പറയാം, അപ്പോൾ അത് നോക്കിയാൽ മതി. അല്ലാതെ മൊബൈലിലേക്ക് നോക്കണമെന്നില്ല. I'll explain what is the meaning of each. The first line, document class. Document class ആണ് first line. ഇതിൽ അവസാനം IEEE TRAN, അതാണ് ഡോക്യുമെന്റ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് ആർട്ടിക്കിൾ എന്ന ക്ലാസ്സിലായിരുന്നു. IEEE TRANൽ IEEE TRAN എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഓഫ് IEEE. അതിൻ്റെ ഒരു അബ്രീവിയേഷൻ IEEE TRAN. അതാണ് ഡോക്യുമെന്റ് ക്ലാസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ ആ ഡോക്യുമെന്റ് ക്ലാസിൻ്റെ ഓപ്ഷൻസ് ആണ്. ഒരു ഓപ്ഷൻ കോൺഫറൻസ്, പിന്നെ A4 പേപ്പർ. A4 പേപ്പർ എന്നുള്ളത് പേപ്പർ സൈസിന്. ഈ IEEE TRAN തന്നെ 2-3 ടൈപ്പുകളുണ്ട്. ജേർണലിലേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈല്, കോൺഫറൻസിൻ്റെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സ്റ്റൈല്, പിന്നെ ഒരു ഡ്രാഫ്റ്റ് എന്നൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ജേർണലിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ കോൺഫറൻസ് എന്നാണെങ്കിൽ കുറച്ചുകൂടി മാർജിൻ കൂടുതലുണ്ടായിരിക്കും, പിന്നെ കുറച്ച് സ്പേസൊക്കെ കുറച്ച് കുറയ്ക്കും. അങ്ങനെയാണ് അത് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കോൺഫറൻസ് എന്ന ഒരു സ്റ്റൈലാണ്. അതിൻ്റെ ഒരു സബ് പാർട്ട് IEEE TRANൻ്റെ കോൺഫറൻസ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ A4 എന്നുള്ളത് അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ചെയ്യാനില്ല. ജസ്റ്റ് വാണ്ട് യു ടു ബി ഫെമിലിയർ വിത്ത് ദ കോഡ്, ദാറ്റ്സ് ഓൾ. ലൈൻ 3ൽ യൂസ് പാക്കേജ്. നമ്മളൊരു യൂസ് പാക്കേജ് കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. ഗ്രാഫിക്സ് എന്നുള്ള പാക്കേജ് നമ്മൾ ഉപയോഗിച്ചു. അത് ഇമേജസ് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് എന്നുള്ള പാക്കേജ് വേണം. ഇത് കൂടാതെ കുറേ കൂടി പാക്കേജുകൾ എഴുതിയിട്ടുണ്ട്. എന്യൂമറേറ്റ് എന്നൊരു പാക്കേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യം വന്നേക്കില്ല, എങ്കിലും അതിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് AMS മാത്ത്. AMS എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയാണ്. AMS മാത്ത്, അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി. അവർ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. മാത്തമാറ്റിക്സ് എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് അവർ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡുകളുള്ള ഒരു പാക്കേജാണ്. ആസ് സ്പെസിഫൈഡ് ബൈ ദി അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി. മാത്തമാറ്റിക്സ് എങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുവെച്ചാൽ സ്പേസിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ വരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്, പിന്നെ ലൈൻ ഇക്വേഷൻ്റെ നമ്പറിങ് എങ്ങനെ കൊടുക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ആരെങ്കിലും മാത്തമാറ്റിക്സ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മാത്തമാറ്റിക്സിലൊന്നും ഇതിലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അതോടെ ഇരുന്നോട്ടെ. പിന്നെ ഈ ഫാൻസി ഹെഡർ, HDR, ഫാൻസി ഹെഡർ എന്ന് പറയും. അത് ഹെഡറും ഫുട്ടറും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് ഫാൻസി ആയിട്ടുള്ള ഹെഡർ.
ഫാൻസി. ഡിഫോൾട്ട് ഒരു സ്റ്റൈലുണ്ട്, നമുക്കത് ഡിസൈൻ ചെയ്യാൻ, കസ്റ്റമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാക്കേജാണ് ഫാൻസി ഹെഡർ. അപ്പം അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം കൊടുത്തിരിക്കുന്നത് ഫ്ലഷ് എൻഡ്. ദാറ്റ് പാക്കേജ് ഈസ് യൂസ്ഡ്. നമ്മളിത് ഈ IEEE TRAN യു ഹാവ് സീൻ, അത് 2 കോളമായിട്ടാണ് അത് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്, 2 കോളം. അങ്ങനെ വരുന്ന സമയത്ത് അവസാനത്തെ പേജ്, ലാസ്റ്റ് പേജിൽ രണ്ട് കോളവും നിറയാൻ മാത്രം മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പം യൂഷ്വലായിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ കോളം ഫുള്ളാകും, രണ്ടാമത്തെ കോളത്തിൻ്റെ കുറച്ച് ഭാഗം മുകളിൽ പിന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വരുന്നത് രണ്ടാമത്തെ കോളത്തിൻ്റെ അടിഭാഗത്തായിട്ട്. ദറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് ഒരു ഭംഗിയില്ല. അത് ഒഴിവാക്കി 2 കോളവും ഒരേ രീതിയിലാക്കി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഫ്ലഷ് എൻഡ്. ഇത് കളഞ്ഞാൽ ആ 2 കോളം ഇതുമാതിരി ബാലൻസ് ചെയ്ത് വരില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ 2 കോളം ബാലൻസ് ചെയ്തിട്ട് ഒരേ വലുപ്പത്തിലാക്കും. 2 കോളത്തിൻ്റെയും ഹൈറ്റ് ഒരുപോലെയായി കാൽക്കുലേറ്റ് ചെയ്ത് അത് ടൈപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കും. അതിനു വേണ്ടിയാണ് ഈ ഫ്ലഷ് എൻഡ് എന്നുള്ളത് ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ 2-3 പാക്കേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മേ നോട്ട് ബി റിക്വയർഡ്, വലിയ അത്യാവശ്യമില്ല. ലൈൻ 4 വളരെ അത്യാവശ്യമുള്ളതല്ല, എങ്കിലും അത് ഏതോ 1-2 സ്ഥലത്ത് ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ലൈൻ 5 യൂസ് പാക്കേജ്, അതും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ IEEE ജേണൽ പേപ്പറുകളിൽ ആദ്യത്തെ അക്ഷരം, ദ ഫസ്റ്റ് ലെറ്റർ, ആ ടെക്സ്റ്റ് നമ്മുടെ പേപ്പറിൻ്റെ കണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കുറേ വലുതാക്കി വയ്ക്കും, ഒരു വലിയ അക്ഷരമായിട്ട് കാണിക്കും. എന്നിട്ട് അതിന് താഴത്തേക്ക് ഇറക്കി വയ്ക്കും. അങ്ങനെ അതൊരു സ്റ്റൈലാണ്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ടെക്സ്റ്റ് അത് വലുതാക്കി വയ്ക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് അത്. പിന്നീട് അതിപ്പോൾ നിങ്ങളത് ചെയ്യണമെന്നില്ല, ഞാനത് പിന്നീട് ഉപയോഗിക്കാനാണ്. യൂസ് പാക്കേജ് അത് ഈ ടേബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 6-ാമത്തേത്. ഓക്കെ, അപ്പോൾ അത് ഇതിനൊന്നും മാറ്റം വരുത്തണ്ട. ജസ്റ്റ് ലൈൻ 7, 8, 9 അത് പെർസെൻറ്റേജ് ഇട്ടിരിക്കുന്നത് അതൊക്കെ കമൻസ് ആണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ടു സെപ്പറേറ്റ് ദി പാക്കേജസ് ആൻഡ് അതർ തിങ്സ്. ലൈൻ 10, 11, 12 ലൈൻ പേജ് സ്റ്റൈൽ, ഫാൻസി എന്നൊരു പേജ് സ്റ്റൈൽ, അതിൻ്റെ ഡെഫിനിഷനാണ് പിന്നെ 11, 12, 13 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ /L ഹെഡ്, L ഹെഡ് എന്ന L മീൻസ് ലെഫ്റ്റ്. ഹെഡറിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വേണം, അതാണ് L ഹെഡ്. C ഹെഡ് സെൻറ്ററിൽ എന്ത് വേണം. R ഹെഡ് റൈറ്റ് സൈഡിൽ എന്ത് വേണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ L ഹെഡ് എന്ന് എഴുതിയിട്ട് ഡബിൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളൂ, ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഓരോ പേജിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഹെഡറിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഉണ്ടാവില്ല, റൈറ്റ് സൈഡിൽ സെൻറ്ററിലും ഒന്നും ഉണ്ടാവില്ല. റൈറ്റ് സൈഡിൽ ഈ ഫുട് നോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു സൈസാണ്. നമ്മൾ ഫോണ്ട് സൈസിനെ കുറിച്ച് പറയുന്നിടത്ത് ഞാനത് പറഞ്ഞിരുന്നു. ഈ കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഹെഡറിൽ ടോപ്പിൽ ഇത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളതും ചെയ്യേണ്ട കാര്യമില്ല, അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹെഡ്, സെൻറ്റർ ഹെഡ്, റൈറ്റ് ഹെഡ്, L ഹെഡ്, C ഹെഡ്, R ഹെഡ്. ആ ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും അവിടെ വരിക. എന്തെങ്കിലും വേറെ എഴുതാൻ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നോ അല്ലെങ്കിൽ തൃശ്ശൂരെന്നോ അല്ലെങ്കിൽ NCACT എന്നോ എന്തെങ്കിലും അവിടെ എഴുതാം. അതേപോലെ L ഫുട്ട്, C ഫുട്ട്, R ഫുട്ട്. L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഫുട്ടറിൽ ലെഫ്റ്റ്, പിന്നെ സെൻറ്റർ ഫുട്ട്, R ഫുഡ്. R ഫുഡ് എന്ന് എഴുതിയിട്ട് അവിടെ ദി പേജ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേജ് നമ്പറാണ് അവിടെ വരുന്നത്. അതിന് /the പേജ് എന്നാണ് എഴുതുക. അപ്പോൾ ഫുട്ടറിൽ റൈറ്റ് സൈഡിൽ പേജ് നമ്പർ വരും, നടുക്കിലൊന്നും ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ടു ബി ആഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഓതറിൻ്റെ പേരാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഓതറുടെ പേര്, നിങ്ങളുടെ പേരുകളുടെ വരാം. അതിൽ ആദ്യത്തെ ഓതറുടെ പേര്
അവിടെ എഴുതാനായിട്ടാണ്. അത് ഞാൻ എഴുതി ചേർത്തോളാം ചെയ്യുന്ന സമയത്ത്. നിങ്ങളങ്ങനെ എഴുതണമെന്നില്ല. ദറ്റ് ഈസ് the purpose of that website. That's usually who is the name of the author will be mentioned, the left footer. So that is to be added later. That you need not do anything. അല്ലെങ്കിൽ എഴുതിക്കൊള്ളൂ, നിങ്ങളുടെ ഓതറുടെ ആദ്യത്തെ ഓതറുടെ പേര് അവിടെ എഴുതാം. എവിടെയാണ് ഓതറുടെ പേര് വരണതെന്ന് ഞാൻ കാണിച്ചു തരാം. ആ പേര് അവിടെ എഴുതി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിലാണ് ഫാൻസി എന്നുള്ള സ്റ്റൈല്, പേജ് സ്റ്റൈല്. ലെഫ്റ്റ് ഹെഡ്, റൈറ്റ് ഹെഡ്, സെൻറ്റർ ഹെഡ്, പിന്നെ ലെഫ്റ്റ് ഫുട്ട്, സെൻറ്റർ ഫുട്ട്, റൈറ്റ് ഫുട്ട്, പിന്നെ ഒരു ഹെഡ് റൂൾ വിട്ട്. ഇതൊക്കെ കുറച്ച് വലിയ കമാൻഡുകളാണ്. ഈ ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കും. ആ വരയാണ് ഇവിടെ ഹെഡ് റൂൾ വിട്ട് എന്ന് പറയുന്നത്. ആ വരയുടെ വീതിയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ വരയുടെ തിക്നെസ് അത് 0.4 എന്നാണ് ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നത്. അവിടെ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ലൈൻ കാണില്ല. കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ 0.4 എന്നുള്ളത് കൂട്ടി 1 പോയിന്റ് ആക്കിയാൽ 1 പോയിന്റ് തിക്നെസ് എന്നൊക്കെ കുറച്ചുകൂടി കട്ടിയുള്ള ലൈൻ വരും. 2 പോയിന്റ് എന്ന് എഴുതിയാൽ കുറച്ചുകൂടി കട്ടിയുള്ള ലൈൻ വരും. ഒരു തിൻ ലൈൻ മതി. ഞാൻ കുറേ എക്സ്പീരിയൻസ് നടത്തിയിട്ട് 0.4 ആണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഫുട്ടറിൻ്റെ മുകളിലും, ആ ഫുട്ടറിൻ്റെ മുകളിലും ഒരു ചെറിയ ലൈൻ വരണം. അതിനാണ് അവിടെ ഫുട്ട് റൂൾ വിട്ട് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. വേണമെങ്കിൽ ലൈൻ 15 ഈ ലൈനിൽ ടു ബി ആഡഡ് എന്നുള്ളത് മാറ്റി ആദ്യത്തെ ഓതറുടെ പേര് അവിടെ എഴുതാം. പേര് എഴുതിയിട്ട് ലൈക്ക് ദിസ്, ഞാനൊരു ബോർഡിൽ എഴുതി കാണിക്കാം. സേ പഴയ ഓർമ്മയിൽ ആശ്രിത് പഴയ ആദ്യത്തായിരുന്നു. ആശ്രിത് ഞാൻ കോമ, എന്നിട്ട് എഴുതേണ്ടത് അതിൽ കൂടുതലുണ്ട്. ഓക്കെ, കോമ വേണ്ട. ഇറ്റാലിക്സിൽ EMETAL അങ്ങനെയാണ് എഴുതേണ്ട ഒരു സ്റ്റൈൽ. എറ്റ് ആൽ എന്ന് പറഞ്ഞാൽ ആൻഡ് അതേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് എറ്റ് ആൽ. അപ്പോൾ ആ ഓതറുടെ ആദ്യത്തെ പേര് എഴുതാം. എന്നിട്ട് ഈ ഡബിൾ ബ്രാക്കറ്റിൽ EM എന്ന് പറയുന്നത് എംഫസിസ് ഇറ്റാലിക്സ്. ഈ ലാറ്റിൻ ഫ്രേസ് ഇറ്റാലിക്സിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ നന്നായിരിക്കും. ഫസ്റ്റ് ഓതറുടെ പേര് ഇങ്ങനെ എഴുതുക. അത് നിങ്ങൾ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ചേർത്തോളാം പിന്നീട്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. അത്രേ ഉള്ളൂ. ഈ ഭാഗം മാത്രം, ഈ ഫിഫ്ത്ത് ലൈനിൽ ഇവിടെ മാത്രം. ഓക്കെ, ദിസ് ഐ ഹാവ് ആഡഡ്. നൗ സീ, ഇതിൽ ഇത് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ലൈൻ 23 ടൈറ്റിൽ. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഈ
Okay, can you see now? Can you hear me? Yes, sir. There was a loss of connection. Okay, I reconnected. So please, ഇടയ്ക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ പറ്റാതെ വരികയാണെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം. Okay, I'm sorry, I don't know what is happening. So that is my research paper. അതാണ് ഇതിവിടെ നിങ്ങളുടെ ആ സെമിനാർ പേപ്പറിൻ്റെ ടൈറ്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ആ ലെഫ്റ്റ് ഫുട്ടറിൽ എഴുതേണ്ട പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു പോയിന്റ് ലെഫ്റ്റ് ഫുട്ടർ, അത് പേര് എറ്റ് ആൽ ഞാനിവിടെ കാണിച്ചിരുന്നു, അതുമാതിരി എഴുതണം. That is one point that you have to do. Another point regarding the title. Title എല്ലാം ക്യാപിറ്റലായിട്ട് എഴുതരുത്. ഓക്കെ, the style is initial capital എന്നൊരു സ്റ്റൈലാണ്. അത് IEEE സ്റ്റൈലാണ് കേട്ടോ. ഇനീഷ്യൽ ക്യാപിറ്റൽ. ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആക്കുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കുക. ഇപ്പോൾ മൈ റിസർച്ച് പേപ്പർ എന്നുള്ള മൈ എന്നുള്ളതിൻ്റെ എം ഈസ് ക്യാപിറ്റൽ, റിസർച്ച് എന്നുള്ളതിൻ്റെ ആർ ഈസ് ക്യാപിറ്റൽ, പേപ്പർ എന്നുള്ളതിൻ്റെ പേപ്പർ ഈസ് ക്യാപിറ്റൽ. ഓക്കെ, ഓൾ ഫസ്റ്റ് ലെറ്റേഴ്സ് അത് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നാണ് ആ സ്റ്റൈലിന് കൊടുത്തിരിക്കുന്ന പേര്. ബട്ട് ദർ ഇസ് എൻ എക്സെപ്ഷൻ. ചില വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഇത്, ഫോർ എക്സാമ്പിൾ ടു, TO, ഓഫ്, ഇൻ, ഓൺ, ഫ്രം, ഈ വാക്കുകളുടെ ഒന്നും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കരുത്. ടു, TO, ഓഫ്, ഇൻ, ഓൺ, ഫ്രം, UP, അപ്പ്, അങ്ങനെയുള്ള ഈ കണക്റ്റീവ് ആയിട്ടുള്ള ചില കണക്ഷൻസ് കൊടുക്കുന്ന വാക്കുകൾ, ഇത്രയും വാക്കുകൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കരുത്. അതാണ് ഈ ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റൈലിൻ്റെ ഒരു ഡെഫിനിഷൻ. നിങ്ങൾ ആ ടൈറ്റിൽ എഴുതുമ്പോൾ ഈ രീതിയിൽ അങ്ങനെ എഴുതുക. ഓക്കെ, ദെൻ ഇനി ഓദർ. ഓദർ എന്നുള്ളത് ഈ IEEE ട്രാനിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അത്, അതിൻ്റെ കോഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. ദിസ് ഇസ് വാട്ട് യു വിൽ സീ ദാറ്റ് ദിസ് വിൽ, എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓരോ പേരുകൾ ഓരോ കോളം ആയി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ കോളമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ദിസ് ഈസ് ലുക്ക് ഹിയർ, ഇവിടെ മുതൽ ഈ ഫിഗറിൽ നോക്കൂ, 27 മുതൽ 30 വരെ, 27 മുതൽ 30 വരെയുള്ളത് ഒരു ബ്ലോക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആൻഡ്, അത് കഴിഞ്ഞ് 33, 34 മുതൽ 39 വരെ വേറൊരു ബ്ലോക്ക്, 34 മുതൽ 39 വരെ വേറൊരു ബ്ലോക്ക്. അപ്പോൾ ഇനി ഒരു ബ്ലോക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ആൻഡ് എന്ന് പറഞ്ഞ് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് 2 ബ്ലോക്കായിട്ട് മതി. ഫസ്റ്റ് ബ്ലോക്കിൽ സ്റ്റുഡൻസിൻ്റെ പേരും രണ്ടാമത്തെ ബ്ലോക്കിൽ ഗൈഡിൻ്റെ പേരും, ആ രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് വിൽ ബി നെയിംസ് ഓഫ് ദ സ്റ്റുഡൻസ്. സോ അപ്പോൾ ആ പേര് എഴുതാനായിട്ട് ഇങ്ങനെ കുറച്ചൊരു വലിയ കമാൻഡാണ് IEEE ഓതർ ബ്ലോക്ക് N. അതാണ് പേര് എഴുതാനുള്ള കമാൻഡ്. N is for name, capital N is for name. The next is author block A. A is for address. അപ്പോൾ നെയിമും അഡ്രസ്സും അത് IEEE സ്റ്റൈൽ എന്ന് കാണിക്കാൻ IEEE എന്ന് എഴുതിയിട്ടുണ്ട്. സ്ലാഷ് IEEE author block N for name and IEEE author block capital A for address, A for the address. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിക്കവാറും മൂന്ന് പേരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓരോ ടീമിലും. അപ്പോൾ ആ ടീമിൽ 3 പേരുടെ പേരുകൾ ഇവിടെ എഴുതുക. സ്റ്റുഡൻറ്റ് 1 ഞാൻ എഴുതിയിട്ടുണ്ട്, അത് മാറ്റിയിട്ട് ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതുക. സ്റ്റുഡൻറ്റ് 2 രണ്ടാമത്തെ പേര് എഴുതുക. ഒരു വരിയിൽ 2 പേരുടെ മതി.
അത് കഴിഞ്ഞിട്ട് ഈ 2 ബാക്ക് സ്ലാഷ് കൊടുത്തിരിക്കുന്നത് അടുത്ത ലൈനിലേക്ക് പോകാനാണ്. മൂന്നാമത്തെ ലൈനിൽ ആൻഡ് എന്ന് പറഞ്ഞ് സ്റ്റുഡൻറ്റ് 3 മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതണം. ഓക്കെ, അപ്പം ഇത് അവിടെയും ഒരു സ്റ്റൈല് ഫോളോ ചെയ്യും. ഒന്ന് പേരുകൾ റൈറ്റ് ദ നെയിംസ് ഇൻ ദി ആൽഫബറ്റിക്കൽ. നിങ്ങളുടെ ടീമിൽ ഉള്ള സ്റ്റുഡൻസിൻ്റെ പേരുകൾ എഴുതുമ്പോൾ അതൊരു കൺവെൻഷൻ. ആൽഫബറ്റിക്കൽ, അല്ലെങ്കിൽ ആരുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്? എല്ലാവരും ഒരുപോലെയല്ലേ? എല്ലാവരെയും ഒരുപോലെയാണ്. അതുകൊണ്ട് 3 പേരുടെയും പേര് ആദ്യം എഴുതാൻ പറ്റില്ല, ഒരാളുടെ അല്ലേ എഴുതാൻ പറ്റൂ. കൺവെൻഷൻ ഈസ് റൈറ്റ് ദ നെയിംസ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ. നെയിംസ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ. നെയിംസ് ആൽഫബറ്റിക്കൽ ഓർഡർ. അതിൻ്റെ മുന്നിൽ മിസ്റ്റർ എന്നോ മിസ് എന്നോ അങ്ങനെയുള്ളതൊന്നും വേണ്ട, പേര് മാത്രം മതി. നെയിംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. പിന്നെ ഇനീഷ്യൽസ് ഉണ്ടെങ്കിൽ ഇനീഷ്യൽസ് അവസാനം എഴുതുക. പേര് ആദ്യം എഴുതുക. നിങ്ങൾ സാധാരണ എഴുതുന്ന ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ എഴുതുന്ന സമയത്ത് ഇനീഷ്യൽ അവസാനം എഴുതുക. ഇനീഷ്യൽ 2 ഇനീഷ്യൽ ഉണ്ടെങ്കിൽ 2 ഇനീഷ്യലിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഇടണം. ഒരു കുത്തോ ഒന്നും ഇടരുത്. കുത്തുകളൊന്നും ഇടരുത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സിജി പേര് എഴുതുകയാണെങ്കിൽ സിജി KB ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ അതിന് മുമ്പിൽ അതിനെ K.B ചിലരിങ്ങനെ എഴുതും, ചിലരിങ്ങനെ എഴുതും, ചിലരിങ്ങനെ എഴുതും. അങ്ങനെ പല രീതിയിലും എഴുതുന്ന രീതികളുണ്ട്. ചിലരിവിടെ ഒരു കോമ ഇടുന്നവരുണ്ട്. അതൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട് സിംപ്ലി റൈറ്റ് KB ഇങ്ങനെ എഴുതാൻ പാടില്ല. ഒരു സ്പേസ് ഇടയ്ക്ക് ഇടണം, എന്നിട്ട് കോമ ഇടുക, എന്നിട്ട് അടുത്ത ആളുടെ പേര് എഴുതുക. എല്ലാവരും ആ സ്റ്റൈൽ. ഇപ്പോൾ ഇനീഷ്യലല്ല, ഇപ്പോൾ റെജി സി ജോയ് എന്നുള്ളത് അവരുടെ പേര് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇനീഷ്യൽ അവസാനത്തേക്ക് ആക്കണ്ട കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്റ്റാഫിൻ്റെ പേര്, മിസ്സിൻ്റെ പേരെന്ന് പറയാം. ഇങ്ങനെയാണെന്നെങ്കിൽ അത് ഇനീഷ്യൽ അവസാനത്തേക്ക് ആക്കൊന്നും വേണ്ട, അത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനീഷ്യൽ മാത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവസാനം വരും. ആൻഡ് പുട്ട് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ. ഡോണ്ട് റൈറ്റ് മിസ്റ്റർ ഓർ മിസ് ഒന്നും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ പേര് എഴുതുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ, പേര് ആദ്യം, ഇനീഷ്യൽ അവസാനം. ഇനീഷ്യൽക്കിടയിൽ കുത്തുകളൊന്നും ഇടരുത്, ഒരു സ്പേസ് ഇടണം. അത് അപ്പോൾ 2 പേരുടെ പേര്, സ്റ്റുഡൻറ്റ് 1 എന്നുള്ളത് ഫസ്റ്റ് ലൈൻ, 2 എന്നുള്ളത് ഫസ്റ്റ് ലൈൻ, ആൻഡ് സ്റ്റുഡൻറ്റ് 3 എന്നുള്ളത് രണ്ടാമത്തെ ലൈനിൽ വരും. 2 പേരേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും ടീമുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ഈ ബാക്ക് സ്ലാഷ് കഴിഞ്ഞിട്ട് അത് എഴുതാതിരുന്നാൽ മതി. Okay, so that is about that. Then address IEEE author block A, അത് എല്ലാവരുടെയും ഇത് തന്നെയാണ്. വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് എഴുതിയാൽ മതി. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ MCA സ്റ്റുഡൻറ്റിൽ നിന്നൊന്നും എഴുതണ്ട, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. ആൻഡ് ദെൻ ഓക്കെ, ഫോർ ദ ഗൈഡ് അടുത്തത് ഓതർ ബ്ലോക്ക് ചെയ്യാൻ സെക്കൻഡ് ഓതർ ബ്ലോക്കാണ്. അവിടെ ഗൈഡിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഗൈഡിൻ്റെ പേര് നിങ്ങളുടെ ഗൈഡ് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര്, അതും ഇനീഷ്യൽ അവസാനമായിട്ട് എഴുതുക. സിജി KB, സൽക്കല KS, ദിജേഷ് P, മനേഷ് D, അങ്ങനെ സജയ് KR അങ്ങനെ എഴുതണം. അതിൻ്റെ മുന്നിൽ മിസ്റ്റർ എന്നും മിസ് എന്നോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പേര് മാത്രം എഴുതിയാൽ മതി. പിന്നെ ആരും ഇപ്പോൾ ഡോക്ടർ ഉള്ളവരില്ല, ഡോക്ടർ എന്നുള്ള ഉണ്ടെങ്കിൽ അത് ചേർക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓതർ ബ്ലോക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡെസിഗ്നേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് ഒരു ജനറിക് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 3 പേര് അസോസിയേറ്റ് പ്രൊഫസറാണ്. അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. റെജി, സജയ്, ഡിജേഷ്. റെജി മിസ്സും സജയും ഡിജേഷും അസോസിയേറ്റ് പ്രൊഫസർ. അസോസിയേറ്റ് പ്രൊഫസറാണ് 3 പേര്. അവരുടെ കീഴിൽ വരുന്നവരെ അങ്ങനെ എഴുതുക. അല്ലാത്തവരെ ഇത് തന്നെ ചെയ്താൽ മതി. ബാക്കി 4 പേരും അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഡെസിഗ്നേഷൻ.
ഓക്കെ, ഫൈനലി ഇവിടെ 36 ഇമെയിൽ ഐ ഡി. അവരുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് vidyacademy.ac.in എന്നൊരു ഇമെയിൽ ഐ ഡി ഉണ്ട്. അത് അവരോട് ചോദിച്ചിട്ട് അതോടെ എഴുതിക്കൊള്ളൂ. നമ്മുടെ TT എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ടെലി ടൈപ്പ് റൈറ്റർ ഇമെയിൽ എഴുതുമ്പോഴെപ്പോഴും നമ്മളത് ടൈപ്പ് റൈറ്റർ ഫോണ്ടിലാണ് ചെയ്യാറുള്ളത്. അതിനു വേണ്ടിയാണ് അത് TT എഴുതുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓതറിൻ്റെ ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞു. പിന്നെ സെറ്റ് പേജ് നമ്പർ ലൈൻ 39 തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം കൂടി അവസാനം കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ പേജ് നമ്പർ എന്താണെന്ന് നോക്കി അതിന് ആ നമ്പർ ഇവിടെ എഴുതണം. അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ 1ലാണ് തുടങ്ങുക, പക്ഷേ അവസാനം അത് ദിസ് വിൽ ബി ചേഞ്ച്. ഓക്കെ, സോ വി ഹാവ് സീൻ ഹൗ ടു റൈറ്റ്. ഇതിലിപ്പോൾ ഇവിടുന്ന് മുതലേ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ലൈൻ 15 ഈ സ്റ്റുഡൻറ്റ് 1ൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് 1ൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഞാനിവിടെ സ്റ്റുഡൻറ്റ് 1 15 പിന്നെ ടൈറ്റിൽ ഓഫ് ദ പേപ്പർ, നെയിം ഓഫ് ദ ഓതേഴ്സ്, അതാണ് ഇത്രയും നേരം പറയുന്നത്. ഇനി ലൈൻ 44 ബിഗിൻ ഡോക്യുമെൻറ്റ്, യു റിമെമ്പർ. 45 മേക്ക് ടൈറ്റിൽ, യു ഹാവ് ഓൾസോ സീൻ. അത് കൊടുത്താലേ ടൈറ്റിൽ വരുള്ളൂ. പിന്നെ ദിസ് പേജ് സ്റ്റൈൽ ഫാൻസി. അപ്പോൾ ഫാൻസി എന്നുള്ള പേജ് സ്റ്റൈൽ അപ്പോൾ മറ്റേ ഹെഡറും ഫുട്ടറൊക്കെ പറഞ്ഞതുപോലെ വരണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും നിങ്ങൾ മാറ്റം വരുത്തണ്ട. ദെൻ ലൈൻ 48 ആൻഡ് പി ബിഗിൻ ആബ്സ്ട്രാക്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻഡ് ആബ്സ്ട്രാക്ട് അതെന്തായാലും വേണം കേട്ടോ. എൻ്റർ ദി ആബ്സ്ട്രാക്ട് ഹിയർ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട പേപ്പറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം അതിനകത്ത് നിങ്ങൾ എഴുതി ചേർക്കണം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്ന് വി വിൽ ബി ഇൻക്ലൂഡിങ് ദാറ്റ് വി ആർ പ്രിപ്പയറിങ് എ കമ്പെൻഡിയം ഓഫ് ആബ്സ്ട്രാക്ട്സ്. ഇതിൻ്റെ ചെയ്യാൻ പോകുന്ന എല്ലാ പേപ്പറുകളുടെയും ആബ്സ്ട്രാക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ബുക്ക് PDF ആയിട്ട് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്, എല്ലാ കോൺഫറൻസുകളിലും അങ്ങനെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ അപ്ലൈഡ് സയൻസ് നടത്തിയ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ അങ്ങനെ ഒരു കമ്പെൻഡിയം തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇതിലും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ആബ്സ്ട്രാക്റ്റ് ഒന്ന് ചോദിച്ചോളൂ, ഗൈഡിനോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതുമാതിരി ഒന്ന് എഴുതുക. നിങ്ങളൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ അപ്രൂവ് ചെയ്താൽ ഒരു എത്ര വേണമെങ്കിലും എത്ര സൈസൊന്നുമില്ല, തീരെ ചെറുതാവരുത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേപ്പറിൽ ഉള്ളതെന്ന് അതിൽ എഴുതിയാൽ മതി. ഇൻ ദിസ് പേപ്പർ വി ആർ ഡിസ്കസിങ് ദീസ് തിങ്സ്, വി ആർ മേക്കിംഗ് എ സ്റ്റഡി ഓഫ് ദിസ്, അങ്ങനെയൊക്കെ എഴുതിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് എഴുതിയാൽ മതി. അതാണ് ഈ ആബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എഴുതേണ്ടത്. അത് നിർബന്ധമായിട്ടും വേണം. അതായിട്ട് ക്ലിയർ ഒരു സ്റ്റൈലാണ്. ആൻഡ് വി ആൾസോ റിക്വയർ ദാറ്റ് ഫോർ ഇൻക്ലൂഡിങ് ഇൻ ദി കമ്പെൻഡിയം ഓഫ് ആബ്സ്ട്രാക്ട്സ്. കമ്പെൻഡിയം എന്ന് പറയും. കമ്പെൻഡിയം കളക്ഷൻ ഓഫ് ആബ്സ്ട്രാക്ട്സ് അതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണം, നിർബന്ധമായിട്ടത് വേണം. ഓക്കെ, ആൻഡ് അത് ചെയ്തിരിക്കണം. പിന്നെ ഇൻ്റർ കീവേഡ്സ് അതും ദറ്റ് ഈസ് ആൾസോ റിക്വയർമെൻറ്റ് ഓഫ് IEEE സ്റ്റൈൽ. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 കീവേഡ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കീവേഡ്സ് അവിടെ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്, പേപ്പർ എഴുതുന്നത് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് തെറ്റിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് യുക്തം തോന്നുന്നതെന്ന് വെച്ചാൽ അത് അവിടെ എഴുതിക്കോളും. ഇതൊക്കെ എന്തിനാണ് എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കീ വേർഡുകളൊക്കെ വെച്ചൊക്കെയാണ് സെർച്ച് ചെയ്യുക. അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതും അവിടെ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ്, ഒരു കമ്പ്യൂട്ടർ അങ്ങനെ എഴുതരുത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് എന്ന് എഴുതിക്കോളൂ. അല്ലെങ്കിൽ അതുമാതിരി വേറെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള 4, 5, 6 എത്ര എഴുതിയാലും കൂടുതലായാലും കുഴപ്പമില്ല, എന്തെങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉള്ളത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനിയുള്ളത് അതിൻ്റെ മാറ്ററാണ്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ബിഗിൻ സെക്ഷൻ, സബ് സെക്ഷൻ എന്നൊക്കെ കൊടുക്കാം. അങ്ങനെയുള്ള വെച്ച് എഴുതുക.
ഇമേജസ് ഇൻസെർട്ട് ചെയ്യുക. ഇമേജ് ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു കോഡ് മറക്കാതിരിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിരിക്കുകയാണ്. പെർസെൻറ്റേജ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കമൻസ് ആണ്. ഓരോന്നും ഇങ്ങനെ എഴുതുക കേട്ടോ. എല്ലാ ഫിഗറിനും ഒരു ടൈറ്റിൽ വേണം. ക്യാപ്ഷനുള്ളത് ടൈറ്റിൽ അത് വേണം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നമ്പറും ടൈറ്റിലും ഉണ്ടാകും. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓരോ പിക്ചറും ഇങ്ങനെ ചെയ്യണം. ഞാൻ 7 സെൻറ്റിമീറ്റർ ഇട്ടു. വീതി കുറച്ച് ഒരു കോളത്തിൽ ഒതുങ്ങാവുന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പേസ് നോക്കി ഇടണം. പിക്ചർ ഇടുന്ന സമയത്ത് എന്തായാലും ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇങ്ങനെ വരുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ യു വിൽ സി സെക്ഷൻ ഹെഡിങ്, ഇൻട്രൊഡക്ഷൻ എന്ന സെക്ഷൻ ഹെഡിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്പർ കൊടുക്കുന്നത് നമ്മൾ കണ്ടു, റോമൻ നമ്പേഴ്സാണ് 1. പിന്നെ ഇൻട്രൊഡക്ഷൻ അത് സ്മോൾ ക്യാപ്സ് എന്ന ഒരു ഫോണ്ടിലാണ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ലൈൻ 56 നേരെ നോക്കിക്കോളൂ. സ്മോൾ ക്യാപ്സ് ഒരു സ്റ്റൈലിലാണ് അത് ടൈപ്പ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നും അതൊരു തെളിച്ചം പോരാ, അതൊന്ന് ബോൾഡ് ആക്കണം എന്ന്. അങ്ങനെയൊക്കെ കഴിഞ്ഞ തവണ പലരും ചെയ്ത് കണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന് വേണ്ടി അതൊന്നുകൂടി ബോൾഡ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു BF എഴുതും. അത് സുഖമില്ല, അതുകൂടി തെളിച്ചം വേണം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ അങ്ങനെ എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് സെക്ഷൻ്റെ ഉള്ളിലോ സബ് സെക്ഷൻ്റെ ഉള്ളിലോ ഒക്കെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഒന്നും ചെയ്യരുത്. അത് IEEE സ്റ്റൈലിൽ അത് ബാധകമല്ല. എങ്ങനെയാണോ കിട്ടുന്നത് അതാണ് IEEE പറയുന്നത്. തെളിച്ചം കുറവാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് തെളിച്ചം പോരാന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു BF എഴുതുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത്. വാട്ടെവർ ഈസ് ദെയർ അതുപോലെ എഴുതുക. സെക്ഷൻ, സബ് സെക്ഷൻ, സബ് സെക്ഷൻ അതൊക്കെ അതുപോലെ തന്നെ എഴുതിയിരിക്കണം. ഓക്കെ, യെസ്. സോ ഇനി മെയിൻ മാറ്റർ, അപ്പം അതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെയാണ് ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യത്തെ ഈ ഭാഗങ്ങളാണ് നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ആൻഡ് ഫൈനലി ദിസ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്, യു മസ്റ്റ് ഹാവ് എ ബിബ്ലിയോഗ്രാഫി. ഞാൻ ബിബ്ലിയോഗ്രാഫി എന്തായാലും ഒരു ബിബ്ലിയോഗ്രാഫി വേണം. റെഫറൻസുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബിബ്ലിയോഗ്രാഫി എഴുതാനുള്ള കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഡ് അങ്ങനെ കോപ്പി ചെയ്യാം. അപ്പോൾ കോഡ് ഒന്ന് ആദ്യം മനസ്സിലാക്കുക. കോഡ് ആദ്യം മനസ്സിലാക്കിയിട്ടൊന്നും അറിയില്ല കോഡ് എങ്ങനെയാണെന്ന്. ബിബ്ലിയോഗ്രാഫി എഴുതാനുള്ളത് ഇത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ബിഗിൻ ദി ബിബ്ലിയോഗ്രാഫി, ഒരു ബ്രാക്കറ്റിനുള്ള ഒരു 99. അതിനൊക്കെ മീനിങ് ഉണ്ട്, നോട്ട് എക്സ്പ്ലെയിൻ. ബിഗിൻ ദ ബിബ്ലിയോഗ്രാഫി 99. പിന്നെ അവസാനം എൻഡ് ദ ബിബ്ലിയോഗ്രാഫി. ഇതാണ് അതിൻ്റെ എൻവയോൺമെൻറ്റ്. ബിഗിൻ ദ ബിബ്ലിയോഗ്രാഫി 99, എൻഡ് ദി ബിബ്ലിയോഗ്രാഫി. ഓക്കെ, ഇനി ബിബ്ലിയോഗ്രാഫിയിൽ ഓരോ ഐറ്റവും മസ്റ്റ് ബിഗിൻ വിത്ത് ബിബ് ഐറ്റം. നമ്മൾ എന്യൂമറേറ്റിലും ഐറ്റമൈസിലും ഐറ്റം എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ഐറ്റം അത് ബിബ്ലിയോഗ്രാഫിയിൽ വരുമ്പോൾ ബിബ് ഐറ്റം എന്നാണ് വരുന്നത്. ബിബ് ഐറ്റം. ബിബ് ഐറ്റം എന്ന് കഴിഞ്ഞിട്ട് ഡബിൾ ബ്രാക്കറ്റിൽ ഇവിടെ ഒരു ലേബൽ 1 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ലേബൽ 1 എന്ന് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതണം. ഓരോ ബിബ് ഐറ്റത്തിനും വേറെ വേറെ ആയിരിക്കണം. XYZ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ എഴുതാം. വെറും L1 എന്ന് എഴുതിയാലും പോരായികയില്ല. അല്ലെങ്കിൽ വെറും A1 എഴുതാം, അല്ലെങ്കിൽ 1 എന്ന് എന്നാലും പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു ലേബൽ അവിടെ എഴുതിയിരിക്കും. സോ ഫോർ പെട്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ ലേബൽ 1 എന്ന് എഴുതി മാത്രമേ ഉള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഐറ്റമാണ് ബിബ് ഐറ്റം. അതിന് ലേബൽ 1 പിന്നെ ലേബൽ 2 എന്ന് വേണമെന്നൊന്നുമില്ല കേട്ടോ. ലേബൽ 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ XYZ നമ്മൾ എഴുതാം, നോ പ്രോബ്ലം. അത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഉള്ളിൽ റെഫറൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അത് ഇതിനകത്ത് കാണില്ല. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ബിബ് ഐറ്റം ലേബൽ 3. നൗ യൂഷ്വലി സി 3 ടൈപ്പ് റെഫറൻസുകളാണ് ഞാൻ ഇവിടെ
സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഓതർ നെയിം, ഒന്ന് ബുക്ക്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എക്സാമ്പിൾ ഫോർ ബുക്ക്. എക്സാമ്പിൾ ഫോർ ബുക്ക്, ഒരു ബുക്ക് റെഫർ ചെയ്യാൻ വേണ്ട കാര്യം. അപ്പം അത് എഴുതേണ്ട രീതിക്കുള്ള എക്സാമ്പിൾ ഇവിടെ ഈ ലൈൻ 72 കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലൈൻ, ഇതാണ് കോഡ്. അപ്പോൾ ഇതാദ്യം എഴുതേണ്ടത് ആ ബുക്കിൻ്റെ ഓതറുടെ പേര്, ഓതർ നെയിം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ കഴിഞ്ഞിട്ട് കുത്തൊന്നും ഇടണ്ട, സ്പേസുകൾ ഇടണം. അങ്ങനെ പേരെഴുതുക, കോമ. പിന്നെ ബുക്കിൻ്റെ ടൈറ്റിൽ, അത് ഇറ്റാലിക്സിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഇവിടെ EM എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ടൈറ്റിൽ എന്നുള്ളിടത്ത് ബുക്കിൻ്റെ ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്യണം. പിന്നെ എഡിഷൻ, ഫസ്റ്റ് എഡിഷനാണോ സെക്കൻഡ് എഡിഷനാണോ എന്നുള്ളത് അറിയാമെങ്കിൽ അവിടെ എഴുതിക്കോളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അത് എഴുതണ്ട. പിന്നെ ബുക്കിൻ്റെ പബ്ലിഷർ, ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, മക്ഗ്രാഹിൽ അല്ലെങ്കിൽ അതുപോലെ പിയേഴ്സൺ എഡ്യൂക്കേഷൻ, അതുപോലെ അഡിസൺ വെസ്ലി, അങ്ങനെ പബ്ലിഷറുടെ പേര്, ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ട് വേണ്ടത്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ശരിക്കും, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതൊരു മിനിമലായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. ആദ്യം ഓതറുടെ പേര്, ഈ ഓതർ നെയിം എന്നുള്ളിടത്ത് ഓതറുടെ പേര്, ബുക്ക് ടൈറ്റിൽ എന്നുള്ളിടത്ത് ബുക്കിൻ്റെ ടൈറ്റിൽ, എഡിഷൻ എന്നുള്ളിടത്ത് ഫസ്റ്റ് എഡിഷൻ സെക്കൻഡ് എഡിഷൻ എന്ന് എഴുതുക, പബ്ലിഷർ എന്നുള്ളിടത്ത് പബ്ലിഷറുടെ പേര്, ഇയർ എന്നുള്ളിടത്ത് ഇയർ 2019, 2030, ഏത് വർഷം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതിങ്ങനെ തന്നെ എഴുതണം കേട്ടോ, എന്നാലേ അതൊരു വൃത്തിയായിട്ട് വരുള്ളൂ. അടുത്തത് ജേണൽ ആർട്ടിക്കിൾ. നിങ്ങൾ ജേണൽ ആർട്ടിക്കിൾസ് ആവും കൂടുതൽ നോക്കിയിട്ടുണ്ടാവുക, അതിൻ്റെ ഒരു സ്റ്റൈലാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ജേണൽ ആർട്ടിക്കിളിൻ്റെ സ്റ്റൈൽ ലേബൽ കൊടുക്കണം. എവിടെയും ആദ്യം ഓതറുടെ പേരാണ് ആദ്യം എഴുതുന്നത്, ആദ്യം ഓതറുടെ പേരാണ്. പിന്നെ ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ, ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ. ആ ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ എന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെംപ്ലേറ്റിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത് കൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ലൈൻ 75 ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ എന്നതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കോട്ടാണ് ഇടേണ്ടത്, അത് നോട്ട് ചെയ്യണം. ഈ കോട്ട ഞാൻ ഇങ്ങനെയല്ല നിങ്ങളുടെ ടെംപ്ലേറ്റിൽ തന്നിരിക്കുന്നത്, അങ്ങനെ ഇട്ടാലേ ലെഫ്റ്റ് കോട്ട് ശരിക്കും വരുള്ളൂ. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അതേപോലെ റൈറ്റ് സൈഡിലും അതൊന്ന് മാറ്റണം. റൈറ്റ് സൈഡിൽ അല്പം ചെരിഞ്ഞും കൊണ്ടാണ് അതിലെ ഡബിൾ കോട്ട് കിടക്കുന്നത്. അതും മാറ്റിക്കളഞ്ഞ് അതിന് പകരം കീബോർഡിൽ ഡബിൾ കോട്ട് എടുക്കണം. ഇത് അടുത്ത പോയിന്റായി നിങ്ങൾ നോട്ടിൽ എഴുതി. ജേണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ടാബിൻ്റെ മുകളിലുള്ള 2 കോട്ട് അടിക്കണം. അതുപോലെ റൈറ്റ് സൈഡിൽ എൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 അടിക്കണം ഉള്ള ആ ഡബിൾ കോട്ട്. നിങ്ങളുടെ ടെംപ്ലേറ്റിൽ അത് ഞാൻ കറക്റ്റ് ചെയ്തില്ല. ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഞാൻ അതിൻ്റെ എറർ കണ്ടത്. ഇന്നലെ അയക്കുന്ന സമയത്ത് അതിൻ്റെ ശ്രദ്ധയില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ആൻഡ് ദെൻ പിന്നെ ടൈറ്റിൽ ഓഫ് ദ ജേർണൽ, അതും ഇറ്റാലിക്സിലാണ് എഴുതേണ്ടത്. പുസ്തകത്തിൻ്റെ പേരും ജേർണലിൻ്റെ ടൈറ്റിലും ഇറ്റാലിക്സിൽ. പിന്നെ വോളിയം അറിയാമെങ്കിൽ ആ വോളിയം നമ്പർ, ഇഷ്യൂ വോളിയം 33, 48 എന്നൊക്കെ കാണാം. പിന്നെ പേജ് നമ്പേഴ്സ്, പേജ് അറിയാമെങ്കിൽ അത് എഴുതും, മന്ത്, ഇയർ. ഇത്രയും കാര്യങ്ങൾ ഓരോ ജേണൽ ആർട്ടിക്കിളിനെ കുറിച്ചും നിങ്ങൾ എഴുതണം. And lastly, sometimes you will be making references to web pages. അപ്പം അതിന് ഒരു ഓതർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓതറിൻ്റെ പേര് എഴുതുക. ഓതർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ പേജ്, ആ വെബ് പേജിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ടൈറ്റിൽ എന്താണ് എന്ന് എഴുതുക. ശ്രദ്ധിക്കുക, അതിൻ്റെ ടൈറ്റിൽ എന്താണ്. ഓതർ ഇപ്പോൾ ഓതർ കാണാം, ഇല്ല എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതുക. ശ്രദ്ധിക്കൂ. എന്നിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഓൺലൈൻ ഇത് ഇതുപോലെ തന്നെ എഴുതണം. പിന്നെ അവൈലബിൾ,
അതും അതുപോലെ തന്നെ എഴുതണം. എന്നിട്ട് ഡബിൾ ബ്രാക്കറ്റിൽ ആ വെബ് പേജിൻ്റെ URL എഴുതണം. TT നൽകണം. അപ്പോൾ ടൈപ്പ് റൈറ്റർ ഫോണ്ടായിട്ട് വരും. ചിലപ്പോൾ URL എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു മാർജിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നല്ല, അങ്ങനെ വരും. ഒരു ലൈനിൽ ഒതുങ്ങിയില്ല എന്ന് വരും. കുറച്ച് വലിയ URL ആണെങ്കിൽ ഒരു ലൈനിൽ ഒതുങ്ങിയിട്ടില്ല എന്ന് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലാഷൊക്കെ വരുന്നിടത്ത് എവിടെയെങ്കിലൊക്കെ ഒരു അഡീഷണൽ സ്പേസ് കൊടുക്കും. ഒരു അഡീഷണൽ സ്പേസ് ആഡ് ചെയ്താൽ അത് ഇങ്ങനെ കുറച്ച് മുറിയും, അടുത്ത ലൈനിലേക്ക് വരും. അങ്ങനെ ഒരു കോളത്തിനകത്തേക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. URL ലോങ് URL ആണെങ്കിൽ ഒരു ലൈനിൽ ഒതുങ്ങില്ല. ലൈൻ എന്ന് പറഞ്ഞാൽ 2 കോളത്തിലെ പകുതിയേ ഉള്ളൂ, ഒരു കോളത്തിൻ്റെ ഇത് ഒതുങ്ങാതെ വരും. അങ്ങനെയാണെങ്കിൽ അതിനെ മുറിക്കണം. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിലേക്ക് വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഞാൻ പിന്നെ ഇത് കമ്പൈൽ ചെയ്ത് കാണിക്കാം. നിങ്ങൾ വേണമെങ്കിൽ കമ്പൈൽ ചെയ്ത് നോക്കിക്കോളൂ. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഇത് കിട്ടും. ഐ ഹോപ്പ് ദർ ആർ നോ മിസ്റ്റേക്സ്. പിന്നെ ഞാൻ ഇതിനിടയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കമ്പൈൽ ചെയ്യാം. നോക്കിക്കോളൂ. യാ, യു ക്യാൻ സീ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കാം. ദിസ് ഈസ് ഹൗ യു ഗെറ്റ് ഇറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. എന്താ ഹെഡറിൽ ആ പറഞ്ഞ ലൈൻ പ്രൊസീഡിങ്സ് വിത്ത് നാഷണൽ കോൺഫറൻസ്. പിന്നെ ഒരു ചെറിയ തിൻ ലൈൻ ഉണ്ട്. ഞാൻ കുറച്ച് സ്പേസ് എക്സ്ട്രാ കൊടുത്തിട്ട് ഈ റിസർച്ച് പേപ്പർ എന്നുള്ള ലേശം താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓതർ 2 കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് ബ്ലോക്ക്, രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ ഇപ്പോൾ ഒരു ലൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു ഇമെയിലും കൂടി ചേർക്കാനുള്ള ഒരു ലൈൻ കൂടി അവിടെ വന്നിട്ടുണ്ട്. കുറച്ചൊരു ഭംഗി കുറവുണ്ട്. പക്ഷെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ആബ്സ്ട്രാക്റ്റ്, അവിടെ എൻ്റർ ആബ്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആബ്സ്ട്രാക്റ്റ് എന്നുള്ളത് എപ്പോഴും അത് ബോൾഡായിട്ടാണ് നമുക്ക് വരിക. നമ്മൾ ബോൾഡാക്കാൻ അവിടെ പറയണ്ട. ബൈ ഡിഫോൾട്ട് അത് ബോൾഡായിട്ടാണ് വരിക. അതുമാതിരി കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റർ കീവേഡ് അതിന് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഇൻഡെക്സ് ടേംസ് എന്നാണ് വരുന്നത്. നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതും ബോൾഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോൾഡ് ആക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഡിഫോൾട്ട് ഇതിങ്ങനെ വരും. ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് സ്മോൾ ക്യാപ്സിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്പറിങ് റോമൻ നമ്പേഴ്സാണ്. അത് ബോൾഡല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ബോൾഡ് ആക്കണമെന്ന്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ. ആൻഡ് ദെൻ 3 റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. 3 റെഫറൻസിൽ റൈറ്റ് രണ്ടാമത്തെ കോളത്തിൽ 2, 3 ഇവ തമ്മിൽ ഒരു അഡീഷണൽ കുറേ സ്പേസ് കാണാനുണ്ട്. അത് എന്തിനാണ് വന്നത് വെച്ചാൽ ഫ്ലഷ് എൻഡ് എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഫ്ലഷ് എൻഡ് എന്നൊരു യൂസ് പാക്കേജ് കൊടുത്തിരുന്നു. അപ്പോൾ 2 കോളവും ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കോളം അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിന് കുറേ മാറ്റർ വരുമ്പോൾ ഈ ഭംഗിയില്ലായ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഫ്ലാഷ് എൻഡിൽ നിന്ന് കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു കോളത്തിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ദ ബിബ്ലിയോഗ്രാഫി എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ നമ്പറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. 1, 2, 3 എന്ന് ആ നമ്പറുകളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെയും അതെ. ഓക്കെ. ലുക്ക് അറ്റ് ദ ഫുട്ടറിലുണ്ട്. ഫുട്ടറിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആശ്രിത് എറ്റാൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓതറുടെ പേര്, റൈറ്റ് ഫുട്ട് നമ്പർ 1, അത് പേജ് നമ്പർ. അത് കൊടുത്താൽ ഇതേപോലെ വരും. നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പേപ്പർ ഉണ്ടാക്കാം. മാറ്റാൻ പറ്റും. പിന്നെ സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ചെയ്തെടുത്തോളം വെച്ച് കമ്പൈൽ ചെയ്ത് നോക്കൂ. യു വിൽ സീ ദാറ്റ് യു വിൽ ഗെറ്റ് എ വെരി ബ്യൂട്ടിഫുൾ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു പേപ്പർ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പേപ്പർ കാണാൻ പറ്റും. അതാണ് ഈ ലേറ്റക്കിൻ്റെ ഒരു പവറാണ്. ദ പവർ ഓഫ് ദ ലേറ്റക് സോഫ്റ്റ്വെയർ പവറാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ
ഞാൻ പറയാം, രണ്ട് ബ്ലോക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് ഓതറിൻ്റെ, രണ്ടാമത്തെ ബ്ലോക്ക്. അപ്പം അതിൻ്റെയൊക്കെ നീളവും വീതിയും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്, അത് ബാലൻസ് ചെയ്തിട്ടാണ് അതൊക്കെ വെക്കുന്നത്. ആ ഫസ്റ്റ് കോളത്തിൽ സെൻറ്റർ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. So all the calculations are done. We are not bothered about that. Okay. സോ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് കിട്ടുന്നത് നോക്കിക്കോളൂ, ചെയ്ത് നോക്കൂ. വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട, പേരൊക്കെ നിങ്ങൾ ചേർത്തോളൂ. വെറുതെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? somebody try. Yes. Yes, sir. ഇത് കിട്ടിയ ഇതുപോലെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അങ്ങനെയാണ്. ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നുന്നു ഇപ്പോ? എന്ത് തോന്നുന്നു ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഇനഫ് അബൌട്ട് ദി IEEE ടെംപ്ലേറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഈ ടെംപ്ലേറ്റ് അവിടെ ഇരുന്നോട്ടെ, അത് ഒരു കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്തിട്ട് അതിന് വേറൊരു പേര് കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇത് അങ്ങനെ IEEE ടെംപ്ലേറ്റ് എന്നുള്ളത് ആ പേരിൽ തന്നെ നിർത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കോപ്പിക്ക് നിങ്ങളുടെ പേര് കൊടുക്കുക, എന്നിട്ട് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക. നിങ്ങൾക്ക് എന്ന് തന്നെ അതിൻ്റെ വർക്ക് തുടങ്ങാനുള്ളത് വെച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ. മുഴുവൻ കഴിയണമെന്നില്ല, എഴുതിയത് വെച്ചിട്ട് ചെയ്യാം. ആദ്യ ഭാഗങ്ങൾ എഴുതാം, ബിബ്ലിയോഗ്രാഫി എഴുതാം, കൺക്ലൂഷൻ എഴുതാം. ഒരു സെക്ഷൻ്റെ കുറേ മാറ്റർ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കാം. രണ്ടാമത്തെ സെക്ഷൻ പിന്നെ കുറേ ചേർത്താൽ മതി. അപ്പോൾ കിട്ടിയതൊക്കെ വെച്ചും കൊണ്ട് ഒരു പേപ്പർ തട്ടിക്കൂട്ടാം, വളരെ എളുപ്പമാണ്. കയ്യിലുള്ള മാറ്റർ വെച്ച് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊരു പേപ്പർ തട്ടിക്കൂട്ടാൻ 2 മിനിറ്റ് വേണ്ട, ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന്. യു ക്യാൻ ട്രൈ നൗ ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഐ തിങ്ക് that is enough about this IEEE template. Now I am closing this. I will explain the mini project template. Download it now. Other folder lana. Okay, I will show the folder. Okay, ഞാനിത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫോൾഡറിൽ ഇല്ലാത്തതൊക്കെ ഇവിടെ കണ്ടെന്ന് വരും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ കമ്പൈൽ ചെയ്തപ്പോൾ വേറെയും കുറേ ഫയലുകൾ വന്നു. അപ്പോൾ ഇതിൽ ടെംപ്ലേറ്റ് ഫയല് AA template.tex എന്നുള്ള ഫയലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ കുറേ ഫയലുകളുണ്ട്. ഞാനിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓരോ പാർട്ടുകളും വേറെ വേറെ സെപ്പറേറ്റ് ഫയലുകളാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാം കൂടി ഒറ്റ ഫയലിലല്ല, ഓരോ പീസായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഓരോ പീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു acknowledgement.tex അങ്ങനെ ഒരു ഫയലുണ്ട്. അതിൽ നമ്മുടെ അക്നോളജ്മെൻറ്റ്, പിന്നെ certificate.tex. അപ്പോൾ സർട്ടിഫിക്കറ്റ് പേജ് കാണിക്കുന്ന കണ്ടന്റ് ഒരു ഫയലില്, പിന്നെ ഒരു ഡിക്ലറേഷൻ, ഫ്രണ്ട് മാറ്റർ, ലാസ്റ്റ് പേജ്, അങ്ങനെ ടൈറ്റിൽ പേജ്, ഇതൊക്കെ ഓരോന്നും ഓരോരോ ഭാഗങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഫയൽ ഉണ്ടാക്കി. അപ്പോൾ ആ ഫയലിലെ കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയധികം ഫയലുകൾ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ കമ്പൈൽ ചെയ്തപ്പോൾ വന്ന ഫയലുകളാണ് ആദ്യം ടെംപ്ലേറ്റ് AUX ഓക്സിലിയറി ഫയല്, LOF എന്നൊരു ഫയൽ കാണാം. ഇത് LOF, അത് ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. പിന്നെ LOG എന്നുള്ളത് ലോഗ്, LOT എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ടേബിൾസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫയലുണ്ട്, ഒരു സിങ്ടെക് എന്നൊരു ഫയലുണ്ട്. ഇത് അതിൻ്റെ PDF ഫയല്. ദെൻ TOC എന്നൊരു ഫയലുണ്ട്, ടേബിൾ ഓഫ് കണ്ടൻസ്. അതൊക്കെ കമ്പൈൽ ചെയ്തപ്പോൾ വന്ന ഫയലുകളാണ്. ഓക്കെ, സോ ലെറ്റ് മീ ഓപ്പൺ ദി template.tex. അപ്പോൾ നിങ്ങൾ
ആ ഫോൾഡറിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കൂ. ഓക്കെ, ഓപ്പൺ ചെയ്തോ? എല്ലാവരും ഓപ്പൺ ചെയ്താൽ പറയണം. ഉള്ളവർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തോ ആരെങ്കിലും? ഓപ്പൺ ചെയ്തു സർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലാപ്ടോപ്പിലുള്ളവർ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേറൊരു സ്റ്റൈലാണ്, മറ്റേതായിട്ടില്ല. ഇത് മറ്റേത് IEEE പ്ലാൻ എന്ന് പറയുന്നത് വലിയൊരു ക്ലാസ് ഫയലാണ്. ഇത് ദിസ് ഇസ് കംപ്ലീറ്റ്. ഇത് ഞാൻ മൊത്തം കംപ്ലീറ്റ് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു ഫയലാണ്. അപ്പോൾ ഇതിൽ ആദ്യം അതിൻ്റെ ഒരു കമൻസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇത് ലൈൻ 15. Look at line 15. Okay, input preamble. Input എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഇൻക്ലൂഡ് stdio.ih എന്ന് C ലാംഗ്വേജിൽ പറയുന്നത് പോലെ ഉള്ള വേറെ ഒന്നാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യു ആർ നോട്ട് സീയിങ് ഡോക്യുമെന്റ് ക്ലാസ്. അതൊന്നും ഇതിൽ നിങ്ങൾ കാണാനില്ല. ഡോക്യുമെന്റ് ക്ലാസ് ഒന്നും ഇതിൽ കാണാനില്ല. എവിടെയാണ് ഡോക്യുമെന്റ് ക്ലാസ് എഴുതിയിരിക്കുന്നത്? ഇനി യൂസ് പാക്കേജ് അതൊന്നും കാണുന്നില്ല. ഇതെല്ലാം കൂടി ഞാൻ വേറെ preamble.tex എന്ന ഫയലിൽ അത് എഴുതിയിരിക്കുകയാണ്. അതിനകത്താണ് ഈ ഡോക്യുമെന്റ് ക്ലാസ്, യൂസ് പാക്കേജ് എന്നുള്ളതൊക്കെ ആ ഫയലിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്താണ് എന്ന് വെച്ചാൽ ഈ ഫയല് കുറച്ചുകൂടി വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പമുണ്ട്. ആ ഒരു സൗകര്യത്തിന് വേണ്ടി preamble.tx എന്ന ഫയലിൽ അത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് preamble എന്ന് പറഞ്ഞാൽ ആ ഫയലിനകത്തുള്ളത് മുഴുവൻ കമ്പൈൽ ചെയ്ത സമയത്ത് അതിലുള്ള കമാൻഡുകൾ മുഴുവൻ ഇതിലേക്കാണ് കോപ്പി ചെയ്യും. അത് അങ്ങനെ തന്നെ ഇവിടെ കോപ്പി ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. സോ യു ആർ നോട്ട് സീയിങ് ഡോക്യുമെന്റ് ക്ലാസ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിക്കാം. ഡോക്യുമെന്റ് ക്ലാസ് കാണുന്നുണ്ട്, യൂസ് പാക്കേജിലോ എവിടെയാണ് അതൊക്കെ preamble.tx എന്ന ഫയലിൽ എഴുതിയിരിക്കുന്നു. ആ ഫയൽ ഇവിടെ ഇൻപുട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, now next we begin document. ഈ line 25 മാറ്റൊന്നും വരുത്തണ്ട. RLMCA 351 മിനി പ്രോജക്റ്റ് എന്നാണ് പേപ്പറിൻ്റെ പേര്. ലൈൻ മാറ്റം വരുത്തണ്ട. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ലൈൻ 30. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കയ്യോടെ. നിങ്ങളതിൽ VA ടൈറ്റിൽ അതൊക്കെ ഞാൻ കൊടുത്ത പേരിന് VA വിദ്യ അക്കാഡമി എന്നൊക്കെ വെച്ച് കൊടുത്തതാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് മിനി പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്താണ് എന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യും. 30 ഇവിടെ ഇത് മാറ്റിയിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തോളൂ. എന്തെങ്കിലും ഇവിടെ തെറ്റിക്കോട്ടെ, പേടിക്കൊന്നും വേണ്ട. നമുക്ക് വീണ്ടും തിരുത്താലോ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. അത് ടൈപ്പ് ചെയ്യുക അവിടെ. ഓക്കെ, അടുത്തത് 36 നിങ്ങളുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ പേരുകൾ എഴുതണം. പേരെഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേര് ഇനീഷ്യൽ അവസാനം എഴുതുക. കുത്തും കോമയൊന്നും വേണ്ട. ആ പേരെഴുതുക. നിങ്ങളുടെ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്, നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്. രണ്ടാമത് 42 രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്. 48 മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്. ഇപ്പോൾ 3 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ് ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രൂപ്പ്സ് ഹാവിങ് 3 സ്റ്റുഡൻസ്. 2 സ്റ്റുഡൻസ് ഉള്ള ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി വേറൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ മറ്റേ ഭാഗത്തൊക്കെ വരുത്താനുണ്ട്. അതൊക്കെ വരുത്തിയിട്ടുള്ള വേറെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്.
If there is a group having only 2 students, please call me. I will send that separate template. ആവശ്യമുള്ളവർക്ക് അത് വേറെ അയച്ചു തരാം. ഇത് 3 പേരെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴെ തന്നെ എഴുതിക്കോളൂ. നിങ്ങളുടെ ആ സ്റ്റുഡൻറ്റ് പണ്ടില്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേര്, മൂന്നാമത്തെ സ്റ്റുഡൻറ്റ്. ഓക്കെ, അത് എഴുതൂ. അത് കഴിഞ്ഞാൽ 53 ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ നമ്പറിന് അനുസരിച്ച് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി എഴുതിയാൽ മതി. കറക്റ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ ചെറിയൊരു മാറ്റത്തോടുകൂടി അത് എഴുതുക. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ. 50Tയിലെ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ. 63യിലെ തേർഡ് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ. സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഡാറ്റ, നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ 69 2018 എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ഇയർ നിങ്ങളുടെ അഡ്മിഷൻ ഇയറാണ് അവിടെ എഴുതേണ്ടത് 2018. അത് അങ്ങനെയാണെങ്കിൽ മാറ്റം വരുത്തണ്ട. ഓക്കെ, ഇനി ഗൈഡിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് അടുത്തത്. 75. You try the name of the guide. ആ ഗൈഡ് എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ മിസ്റ്റർ, മിസ്, ഡോക്ടർ, പ്രൊഫസർ എന്ന് എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പൈലർ മിസ്റ്റർ ഓർ മിസ് എന്ന് എഴുതിയാൽ മതി. മറ്റത് ഒരു പേപ്പറിൻ്റെ ഓതറിൻ്റെ ലിസ്റ്റ് പറയുന്നിടത്ത്, ഓതറിൻ്റെ പേര് പറയുന്നിടത്ത് മിസ്റ്റർ മിസ് എന്നൊന്നും പറയാം. അപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് റൈറ്റിംഗ് എ നെയിം. വെൻ യു റൈറ്റ് എ നെയിം യു മസ്റ്റ് റൈറ്റ് MR. ഒരു കുത്തിട്ടോളോ കുഴപ്പമില്ല, MS. അപ്പോൾ നിങ്ങളെ ഗൈഡുകാരും ഡോക്ടറൊന്നും ഉണ്ടാവില്ല, പ്രൊഫസറൊന്നും വേണമെന്നില്ല, പേര് മാത്രമേ അത് വേണ്ടൂ. പിന്നെ ഓക്കെ, HOD, ദിസ് ഇസ് ദ നെയിം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അവിടെ ഒന്നും മാറ്റം വരുത്തണ്ട. ക്ലാസ് SYMCA, അതും മാറ്റം വരുത്തണ്ട. ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ ഇത് പല സ്ഥലങ്ങളിലും ഇത് വരും കേട്ടോ, നിങ്ങളുടെ പേരുകളും രജിസ്റ്റർ നമ്പറുകളും. ഇനിയുള്ള റിപ്പോർട്ടുകളിൽ ഒരു 3-4 സ്ഥലങ്ങളിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഈ ഡാറ്റയൊക്കെ അവിടെയൊക്കെ ഉപയോഗിക്കും. Now this is front matter. ഈ ലൈൻ 92. അതെന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലൈൻ കോഡ് ടു പ്രിന്റ് ഫസ്റ്റ് ഫ്യൂ പേജസ്. ടൈറ്റിൽ പേജ് പ്രിന്റ് ചെയ്യാൻ, പിന്നെ ഒരു ബോണാഫിഡെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ, ഒരു ഡിക്ലറേഷൻ, ഞാനാണ് ഈ വർക്ക് ചെയ്തത് എന്ന് പറയാനായിട്ട്, പിന്നെ അക്നോളജ്മെൻറ്റ്, അതായത് ഇന്ന ആളുകൾക്ക് സഹായിച്ചു എന്നൊക്കെ പറയാനുണ്ട്. അതെല്ലാം കൂടി ഈ 92 എന്നുള്ളത് ഉണ്ട്. അത് വേറൊരു സെപ്പറേറ്റ് ഫയലാണ്. ഫ്രണ്ട് മാറ്റർ .tex എന്നൊരു ഫയലുണ്ട്. ആ ഫയലിലാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ എഴുതുമ്പോൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന്. ഓക്കെ, ദെൻ see you have to write. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു സിനോപ്സിസ് എഴുതണം. സിനോപ്സിസ്, ആ സിനോപ്സിസിൻ്റെ കോഡ് 101 എന്നുള്ള കോഡ് ശ്രദ്ധിക്കുക. 10 ഇവിടെ ഒരു സ്റ്റാർ കിടക്കാം, അതും ശ്രദ്ധിക്കണം. ചാപ്റ്റർ സ്റ്റാർ. ഈ സ്റ്റാർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചാപ്റ്റർ നമ്പർ, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്നൊക്കെ എഴുതും. അത് സപ്രസ് ചെയ്ത് അതിൻ്റെ ടൈറ്റിൽ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർ എന്ന് എഴുതുന്നത്. നമ്പർ ഇല്ലാതെ ടൈറ്റിൽ മാത്രം കാണിക്കും. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എഴുതുന്ന സ്റ്റൈലിൽ അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. CHAPTER 1, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ഈ വാക്കും ആ നമ്പറും സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാപ്റ്റർ സ്റ്റാർ എന്ന് എഴുതുന്നത്. അപ്പോൾ അതിൽ സിനോപ്സിസ് എന്നുള്ളതിൻ്റെ മുകളിൽ ചാപ്റ്റർ ഒന്നും ഉണ്ടാവില്ല. സിനോപ്സിസ് എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ എന്നുള്ളതിൻ്റെ ഹെഡിങ്സ് എഴുതുന്ന സ്റ്റൈലിലായിരിക്കും.
ഓക്കെ, ദെൻ ആഡ് ലൈൻ 102 എന്നുള്ളത് സിനോപ്സിസ് എന്നുള്ള വാക്ക് ടേബിൾ ഓഫ് കണ്ടൻസിൽ ചേർക്കാനാണ്. ചാപ്റ്റർ സ്റ്റാർ എന്നിട്ടാൽ അത് ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് വരില്ല. നമ്പർ ഉണ്ടെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് വരില്ല. നമ്പർ ഇല്ലെങ്കിലും ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ TOC ലൈൻ ആഡ് കണ്ടൻസ് ലൈൻ എന്ന് കൊടുക്കുന്നത്. Okay, well, you need not change that. But now remember, you have to write a synopsis. ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഇവിടെ ചുമ്മാ എഴുതിയതാണ്. നിങ്ങൾ അതിൻ്റെ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് മിനി പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയൊരു സിനോപ്സിസ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വാചകങ്ങൾ 2 പാരഗ്രാഫ് എഴുതി അവിടെ ചേർക്കാം. അത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ്. ഓക്കെ, ദെൻ clear page means go to the next page. Then add a condensed line. ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് അവിടെ കാണിക്കണം. എന്നിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് യൂസ് കമാൻഡ്. ലൈൻ 120 നോക്കിയുള്ളൂ. ലൈൻ 120 ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ജനറേറ്റ് ചെയ്ത് വരും. പിന്നെ യു നോട്ട് വറി അബൌട്ട്. 2 പ്രാവശ്യം കമ്പൈൽ ചെയ്യണം. 2ാമത്തെ പ്രാവശ്യമാണ് ടേബിൾ ഓഫ് കണ്ടൻസ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം കമ്പൈൽ ചെയ്യുമ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, സെക്ഷൻ നമ്പർ, സെക്ഷൻ ഹെഡിങ്, സബ് സെക്ഷൻ, അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഫയൽ ഉണ്ടാകും. ഫസ്റ്റ് കമ്പൈലേഷനിൽ ഈ ഡാറ്റ കളക്ഷനെ നടത്തുന്നു. 2ാമത് കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് പ്രിന്റ് ചെയ്ത് വരുന്നത്. 1 അല്ല 2 പ്രാവശ്യം കമ്പൈൽ ചെയ്താലേ ടേബിൾ ഓഫ് കണ്ടൻസ് വരുള്ളൂ. 1-2 പ്രാവശ്യം, 1 അല്ല കൃത്യം 2 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് താഴെ 126, 127, 128. ഓക്കെ, അത് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആണ്. ലിസ്റ്റ് ഓഫ് ടേബിൾസ്. അപ്പോൾ നിങ്ങൾ ടേബിൾസ് ഒക്കെ നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അതിൽ ഉൾപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ആ 3 ലൈനുകളും ഡിലീറ്റ് ചെയ്ത് കളയണം. ടേബിൾസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കളയുക. അത് വേണമെന്നില്ല, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ടേബിൾസ് എന്ന ഈ കമാൻഡാണ് ടേബിൾസിൻ്റെ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്തായാലും നന്നായിരിക്കും. അതിനകത്ത് താഴെയുള്ള ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, എന്തായാലും കുറേ ഫിഗേഴ്സ് ഉണ്ടാവും. എല്ലാ ഫിഗേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിഗിൻ ഫിഗർ, എൻഡ് ഫിഗർ, ക്യാപ്ഷൻ എന്നൊക്കെ വെച്ച് എഴുതുക. അപ്പോൾ അതിൻ്റെ നമ്പറുകൾ ഉണ്ടാവും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് കൊടുത്താൽ ആ ലിസ്റ്റ് ഓഫ് ഫിഗറിൻ്റെ നമ്പറും ടൈറ്റിലൊക്കെ ഏത് പേജ് നമ്പറൊക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ മാതിരി അതിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് കളയരുത്. ലിസ്റ്റ് ഓഫ് ടേബിൾസ് ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഫിഗറിൻ്റെ ഒരു ലിസ്റ്റ് എന്തായാലും ഇരുന്നോട്ടെ. ഓക്കെ, and then we say main matter you need not change this, clear page. Okay, ഈ പേജ് കൊടുത്തിരിക്കുന്നത് ഒരു പേജിൻ്റെ നടുക്ക് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു പേജ് അതിന് സെൻറ്ററിൽ ഇത് മാത്രമായിട്ട് കൊടുക്കാൻ വേണ്ടി we have one page in the center of which huge എന്നുള്ളത് വളരെ സൈസ് കൂട്ടി ബോൾഡ് ഫേസ് ആക്കി പ്രോജക്റ്റ് റിപ്പോർട്ടിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുണ്ട്. ബിഗിൻ സെൻറ്റർ, എൻഡ് സെൻറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കമാൻഡ്. അതും ഒന്ന് ചെയ്യാം. ഇതൊക്കെ ഇനി ഉള്ളത് നിങ്ങൾ ഓക്കെ കണ്ടന്റ് ആണ്, ആക്ച്വൽ കണ്ടന്റ് ആണ്. ഇനി ഇൻട്രൊഡക്ഷൻ, ഒരു ചാപ്റ്റർ, ഇതിൽ പ്രോബ്ലം ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, പർപ്പസ് ഓഫ് പ്രോജക്റ്റ്, അതൊക്കെ നിങ്ങൾ എഴുതിയിരിക്കണം. പിന്നെ സിസ്റ്റം അനാലിസിസ്, ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ the existing system, proposed system. അടുത്തത് feasibility study, technical feasibility, economical feasibility, operational feasibility. പിന്നെ ചാപ്റ്റർ സിസ്റ്റം ഡിസൈൻ,
അത് വേറൊരു ചാപ്റ്ററാണ്. ഇൻപുട്ട് ഡിസൈൻ, ഔട്ട്പുട്ട് ഡിസൈൻ, പിന്നെ ചാപ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ, testing methods, validation, conclusion. Okay. In a scope, conclusion and scope for future enhancement. അപ്പോൾ ഇതിൽ കണ്ടന്റുകൾ എന്താണ് ചേർക്കേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഗൈഡിനോട് ചോദിക്കും. അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയാം. ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കുള്ള റിപ്പോർട്ടുകൾ നോക്കി അതുപോലെയൊക്കെ തന്നെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഫോർ ദോസ് ഡീറ്റെയിൽസ് യു മേ കോണ്ടാക്ട് യുവർ ഗൈഡ്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോളായിട്ട് നോക്കുന്ന ഡിജേഷ് സാറോ അങ്ങനെ അതൊക്കെ ആരാണ് ഇതിൻ്റെ ഓവറോൾ കോർഡിനേറ്റർ എന്ന് ചോദിച്ചത്, ദേ വിൽ ഹെൽപ്പ് യു ടു ഫിൽ അപ്പ് ദ ഡീറ്റെയിൽസ്. ഓരോ ചാപ്റ്ററിൻ്റെയും ഉള്ളിൽ എന്താണ് എഴുതേണ്ടതെന്ന് അവരോട് ചോദിച്ച് അവർ പറയുന്നത് ബുദ്ധിമുട്ട്. സോ അത് ടേക്ക് എ നോട്ട്. There are some appendices. Appendicesൽ see, you are supposed to do the project using the Agile technology. Agile technology വെച്ചാണ് ചെയ്യേണ്ടത്. Agile technologyയുടെ മെത്തേഡ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ക്രം പ്രോസസ്, ആർട്ടിഫാക്റ്റ്, പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊന്നും നിങ്ങൾ സാധാരണ അത് പ്രായോഗികമല്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറേ ഡാറ്റയൊക്കെ നമ്മളിതിൽ ചേർക്കാറുണ്ട്. അപ്പം അത് എന്താ വേണ്ടേ എന്നുള്ളത് സാറിനോട് ചോദിച്ചാൽ അവർ പറയുന്ന മാതിരി ചെയ്തോളൂ. I cannot help you on those things. It's better that you contact your teachers for details of that. Okay, and I have also included a bibliography. വേറെ ഒന്നും ചേർക്കണമെന്നില്ല, ഇതവിടെ ഇരുന്നോട്ടെ. ഇതിൻ്റെ ലാസ്റ്റ് പേജ് അതിലൊരു സ്റ്റൈലുണ്ട്, അതാണ് 324. ഇത് കമ്പൈൽ ചെയ്യാം, കുഴപ്പമില്ല. കമ്പൈൽ ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ ഒന്ന് എൻ്റർ ചെയ്തിട്ട് കമ്പൈൽ ചെയ്യും. ഇത് ഞാൻ കമ്പൈൽ ചെയ്യാം, പക്ഷേ അത്ര ഭംഗി ഉണ്ടാവില്ല, കാരണം സ്റ്റുഡൻറ്റ് പോകണമെന്നൊക്കെ ആയിരിക്കും. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും ഓക്കെ, പിന്നെ ഗൈഡിൻ്റെ പേരും ചേർത്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്യാം. ഞാൻ ഇത് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ യു ക്യാൻ സീ വാട്ട് യു ആർ ഗെറ്റിംഗ്. Okay, this is what we get. Okay. ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ പേരുകളൊക്കെ എഴുതിയിട്ട് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. Okay, are you getting? Yes, sir. ആർക്കെങ്കിലും ഇതുപോലെ കിട്ടുന്നുണ്ടോ? Yes or no? മനസ്സിലായില്ല, കിട്ടിയോ? ഇതുപോലെ കിട്ടിയോ? പിന്നീട് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് അതിനെക്കുറിച്ച്, അതാണ്. Yes or no? Yes, sir. Yes, sir. Okay. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതി നോക്കിയോ? സ്വന്തം പേരുകളാണോ എഴുതിയേ? ഓക്കെ, അങ്ങനെ കാണാൻ ഭംഗിയുണ്ടോ? Yes, sir. യെസ്, ഓക്കെ.
നൗ സി, ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇത് ഫസ്റ്റ് പേജ്. ഇതിൽ ഈ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ നമ്പർ അതൊക്കെ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അടുത്ത പേജിലേക്ക് പോവാം. ആ മുകളിൽ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് പേജ് സർട്ടിഫിക്കറ്റ് കണ്ട് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ നമ്പർ എന്നുള്ളത് ഈ പേജിലും വരും. ഇതാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ രണ്ടാമത് ഈ പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി മൂന്നാമത്തെ പേജ് ഒരു ഡിക്ലറേഷൻ. ഇവിടെയും ആ ഡിക്ലറേഷനിൽ വി സ്റ്റുഡൻറ്റ് 1 സ്റ്റുഡൻറ്റ് 2 ഉണ്ടോ ഇവിടെ, അവിടെയും നിങ്ങളുടെയൊക്കെ പേര് വരുന്നു. അപ്പോൾ 3 സ്ഥലത്തായി. പിന്നെ അവിടെ ടൈറ്റിൽ, റിപ്പോർട്ട് ടൈറ്റിൽ ഇവിടെ വരും. പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങൾ ഈ ഡിക്ലറേഷനിൽ വരും. ഇതിലും ഒന്നും ചെയ്യാനില്ല. അടുത്തത് എക്നോളജ്മെൻ്റ് ആണ്. അത് ആക്ച്വലി താങ്ക്സ്. അതിൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് ഇവിടെ എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം എന്നല്ല. ഞാനിതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. താങ്ക് ഗോഡ് ഫോർ വാട്ട് എന്ന്. അല്ല, അതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ജോക്കിയും സീരിയസ്ലി അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ചേർക്കാനായിട്ട് പറ്റും. അപ്പം അത് ചേർക്കണമെങ്കിൽ അതെവിടെയാണ് ചേർക്കേണ്ടത് എന്ന് ഞാൻ പറയാം. ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ആ ഫോൾഡർ ഞാൻ എടുക്കട്ടെ. ആ ഫോൾഡറിൽ acknowledgement.tex എന്നൊരു ഫയലുണ്ട്. ഓക്കെ, acknowledgement.tex എന്ന ഒരു ഫയലുണ്ട്. ആ ഫയലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ ആ സ്ലാഷ് എന്ന് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ തുടരുത്. ആദ്യത്തേതൊക്കെ അത് അവിടെ ഇരുന്നോട്ടെ. അതൊക്കെ സാധാരണ എല്ലാവർക്കും ഗൈഡിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആൻസർ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ അടുത്തൊരു പാരഗ്രാഫായിട്ട് അഡീഷണലായിട്ട് എന്തെങ്കിലും താങ്ക്സ് പറയാനുണ്ടെങ്കിൽ അതുകൂടി അവിടെ ചേർക്കുക. ബാക്കിയൊന്നും ഈ സ്ലാഷ് വരുന്നതൊന്നും മാറ്റം വരുത്തത്, എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ എറർ കാണിക്കും. Listening to our presentations on our work related to the project എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചേർക്കാം. അത് ചേർത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ വെറുതെ അടിച്ചു, അല്ല ബ്ലാങ്കാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം മുകളിൽ അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. സോ വി ഹാവ് ടു സേവ് ഇറ്റ് like this. Save ചെയ്യാം. പ്ലീസ് ഡോണ്ട് കമ്പൈൽ ദിസ്. ഇത് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല ഈ ടെക് ഫയൽ, കാരണം ഇതിൽ ഡോക്യുമെന്റ് ക്ലാസ്സോ അങ്ങനെയൊന്നും ഇതിൽ കൊടുത്തില്ല. ബിഗിൻ ഡോക്യുമെന്റ്, വെൻഡ് ഡോക്യുമെന്റുകളൊന്നും ഈ ഫയലിലില്ല. കണ്ടോ, ആദ്യം തുടങ്ങുന്നത് തന്നെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ ഫയലിലെ ഡോക്യുമെന്റ് ക്ലാസ്സും ബിഗിൻ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ acknowledgement.tex എന്നുള്ളത് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. ഡോക്യുമെന്റ് ക്ലാസ്സും ബിഗിൻ ഡോക്യുമെന്റ്, വെൻഡും ഡോക്യുമെന്റ് ഒക്കെ ഉള്ളത് ആ template.tx എന്നുള്ളതിലാണ്. അപ്പോൾ ഇത് സേവ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ആ മറ്റേ ഫയല് വീണ്ടും കമ്പൈൽ ചെയ്യണം. ആ ടെംപ്ലേറ്റ് എന്നുള്ളത് ആ ഫയല് കമ്പൈൽ ചെയ്യണം. acknowledgement.tx എന്നുള്ളത് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. കമ്പൈൽ ചെയ്താൽ എറർ കാണിക്കും. കാരണം there is no document class, there is no begin document, end document, ആകെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എറർ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ടെക് ഫയലുകളൊന്നും കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. They cannot be independently compiled. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ അക്നോളജ്മെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാറ്റം ഇത് കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നു. ഓക്കെ, യെസ്. അപ്പോൾ സിനോപ്സിസ് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് അത് ഇവിടെ വന്നോളും.
പിന്നെ ഓക്കെ, ടേബിൾ ഓഫ് കണ്ടൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങളിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കമ്പൈൽ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് വന്നതായിട്ട് കാണാം. ഒരിക്കൽ കൂടി കമ്പൈൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ് എന്നുള്ള വാക്ക് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. യു കമ്പൈൽ ഇറ്റ് എ സെക്കൻഡ് ടൈം. ഞാനിത് നേരത്തെ ചെയ്തിട്ടുള്ളതെന്നാണ് ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നത്. യു കമ്പൈൽ ഇറ്റ് എ സെക്കൻഡ് ടൈം, യു വിൽ സീ ദിസ്. സർട്ടിഫിക്കറ്റ്, ഡിക്ലറേഷൻ, അക്നോളജ്മെന്റ്, സിനോപ്സിസ്, ടേബിൾ ഓഫ് കണ്ടൻസ്, ഇതേപോലെ അതിൻ്റെ പേജ് നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വി നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റിയൊന്നും വറി ചെയ്യില്ല. അപ്പൻഡിസസ് വരുന്നത് ABC എന്നാണ് അതിന് കൊടുക്കുന്ന നമ്പറുകൾ. ഓക്കെ, ദെൻ ദർ ഈസ് എ ലിസ്റ്റ് ഓഫ് ടേബിൾസ്. ടേബിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. ആ 3 ലൈനുകൾ കളഞ്ഞാൽ ഈ പേജ് ഉണ്ടാവില്ല. ഒരു ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, ആ ലൈനുകൾ കളഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഉണ്ടാവില്ല. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഞാൻ പറഞ്ഞ ഒരു പേജിൻ്റെ നടുക്ക്, ഒരു പേജിൻ്റെ നടുവിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹ്യൂജ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഹിയർ ബിഗിൻസ് ദി ആക്ച്വൽ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ അവിടെയൊക്കെ ഫിൽ ചെയ്യണം. ചാപ്റ്റർ 2 സിസ്റ്റം അനാലിസിസ്, 3 ഫീസിബിലിറ്റി സ്റ്റഡി, 4 design, implementation, testing and validation, conclusion, scope for future enhancement, in appendices. In the Scrum process artifacts. ഇത് രണ്ടും ടേബിൾസ് ആണ്. ഈ ടേബിളിൻ്റെ കോഡ് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. അതേമാതിരി ടേബിളുകൾ ഡാറ്റ എൻട്രി ചെയ്യാം. എങ്ങനെയാണ് ടേബിൾസ്? സിമ്പിൾ ടേബിൾസ് ആണ്. ഒരു ടേബിൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് അതേ രീതിയിൽ ടേബിൾ ഉണ്ടാക്കുക. ടെക്കിൽ ബിഗിൻ ടേബിൾ, എൻ ടേബിൾ എന്നുള്ള ബിഗിൻ ടാബുലാർ, എൻ ടാബുലാർ എന്ന എൻവയോൺമെൻറ്റ് ഉപയോഗിച്ച് ടേബിളുകൾ സെറ്റ് ചെയ്യും. അതാണ് വൃത്തിയാവുന്നത്. ഓക്കെ, UML ഡയഗ്രാംസ്, ടേബിൾ സ്ട്രക്ചർ, സാമ്പിൾ സ്ക്രീൻഷോട്ട്സ്, bibliography, and this is the last page. Okay, so everything is fine. You can see നിങ്ങൾ എന്ത് ചെയ്താലും റിപ്പോർട്ട് മനോഹരമായിരിക്കും. എത്ര മോശമായി കാര്യങ്ങൾ അതിൽ പേസ്റ്റ് ചെയ്താലും the output will be very beautiful. Again I repeat, the power of LaTeX. Okay, so I hope you understood how the template can be used, template for the project report. So ഇത് തന്നെയാണ്. ഇപ്പം ഇതിൽ എനിക്ക് ഒന്ന് പറയാൻ ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞതാണ്, ഞാൻ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് 3 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പാണ് എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും എല്ലാം 3 സ്റ്റുഡൻസ് ഉള്ളതാണ്. ഇനി 2 പേരുള്ളത് അല്ലെങ്കിൽ 4 പേരുള്ള ഗ്രൂപ്പ് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേർക്കുള്ള ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ച് തരാം. കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്ലീസ് കോൺടാക്ട് മീ പേഴ്സണലി. ഐ വിൽ ടെൽ ദം. ഇതിൽ ഈ 2 സ്റ്റുഡൻറ്റിന് പകരം 3 പകരം 2 എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പേജിൻ്റെ ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. This is one point. Another point is for the final project, the 6th semester project also, we will have a similar, very similar template. അപ്പോൾ അതിൽ ഒരു സ്റ്റുഡൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, സ്റ്റുഡൻറ്റ് 3 എന്ന് വരെ മൊത്തം സ്റ്റുഡൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾ നല്ലോണം ഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ 6th സെമിസ്റ്ററിൻ്റെ പ്രോജക്റ്റ് ടെംപ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി വീണ്ടും ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരും. അതാണ് ഞാൻ എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം. നൗ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ 3 സ്റ്റുഡൻസ്. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്. The other one is for 1 student. So we have to make some ഇവിടെ 3
ഇത് ചിത്രത്തിൽ 3 സ്റ്റുഡൻറ്റിനെ എഴുതാനായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റത് ഇങ്ങനെ കാണിക്കില്ല, ഒരാളുടെ പേര് ലൈനിൽ തന്നെ എഴുതുന്നുണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ആവും ഉണ്ടാവുക. സോ ദർ വിൽ ബി നോ പ്രോബ്ലം ഫോർ യു ടു apply the template for the final project report also. So this will be also be a training for preparing the final project report individually later. അന്ന് ഇത് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ചെയ്യണം. കാരണം ഓരോരുത്തരുടെയും ഡാറ്റ വേറെ ആയിരിക്കും, ഓരോരുത്തരും വേറെ പല സ്ഥലങ്ങളിലായിരിക്കും, ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി. ഐ ക്യാൻ ഹെൽപ്പ് യു. പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരാം, അത് ഞാൻ സഹായിക്കാം. ഓൾവേസ് യു ഓൾ ബി അവൈലബിൾ. യു ക്യാൻ കോൾ മീ പേഴ്സണലി. ഐ ഹെൽപ്പ് യു. ഓക്കെ. ഇൻ ദി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 40-50 പേജുള്ള ചെറിയൊരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതല്ല ലേറ്റക്കിൻ്റെ ബേസിക്കായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത് ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. മാത്തമാറ്റിക്സ് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതാണ് ഏറ്റവും വലിയ പവർ. ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടിയതേയില്ല, കാരണം നിങ്ങളൊരു മാത്സ് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ റെഫർ ടു ദാറ്റ്. ഇറ്റ്സ് ഓൺലി നോട്ട് എ ബിഗ് വൺ. ക്യാൻ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ. So I request you to just browse that. I'm not asking you to study that. So if you are interested, you can study that. LaTeX is a huge. അത് ഒരുപാട് ഫാക്ടറുകളുണ്ട്. ബീബറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, സ്ലൈഡ് പ്രസൻറ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അതിൽ ആ ബുക്ക്ലെറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ആൻഡ് ഫൈൻഡ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ സ്ലൈഡ് ഷോസ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ഡേറ്റ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ ഹോപ്പ് ദിസ് വിൽ ബി സഫിഷ്യൻറ്റ് ഫോർ യുവർ പർപ്പസസ് ടു പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ആൻഡ് റിപ്പോർട്ട്സ്. മതിയാവുന്നതാണ്. ഓക്കെ. സോ ഐ തിങ്ക് ഐ എം ഗോയിങ് ടു കൺക്ലൂഡ്. My concluding remark is that you prepare this seminar report urgently and submit to the for inclusion in our national conference. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ഈ ആഴ്ചയിൽ തന്നെ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി വരെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇൻ വാട്ട് എവർ ഫോർമാറ്റ്, അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടത് അതിൻ്റെ ആബ്സ്ട്രാക്റ്റാണ് മെയിനായിട്ട് വേണ്ടത്. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് 2-3 ദിവസത്തിനുള്ളിൽ അതൊന്ന് സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് അതൊന്ന് പെട്ടെന്ന് ഗൈഡായിട്ട് കൺഫേം ഒന്ന് സംസാരിച്ച് ഉള്ളത് വെച്ചും കൊണ്ട് ഒരെണ്ണം തയ്യാറാക്കി അയക്കും. ഉള്ളത് വെച്ചും കൊണ്ട് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. വിത്തിൻ 2-3 days അത് നിർബന്ധമായിട്ടും ചെയ്യണം. വേണം ഞങ്ങൾക്കത് ഈ കമ്പൻറ്റിയത്തിൽ ഉൾപ്പെടുത്താനായിട്ട്. സോ വിത്തിൻ 2-3 days, ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് കിട്ടണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിർബന്ധമായിട്ടും പെട്ടെന്ന് ചെയ്യുക. പരീക്ഷയൊക്കെ നിങ്ങൾക്ക് പുസ്തകം നോക്കി എഴുതാമല്ലോ, പുസ്തകമൊക്കെ പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം. അതൊരു പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് മതി സെമിനാർ റിപ്പോർട്ടിൻ്റെ അല്ല പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ വർക്കുകൾ തുടങ്ങാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സെമിനാർ ഒന്ന് അറിയട്ടെ, കോൺഫറൻസ് കഴിഞ്ഞിട്ടായാലും മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റേ സാറായിട്ടൊന്ന് സംസാരിക്കാം ഇങ്ങനെയാണെന്നുള്ളത്. ആദ്യം തന്നെ ഇതൊന്നും നിർബന്ധമായിട്ടും ചെയ്യാം. വിത്തിൻ 2-3 days ഡെഫിനറ്റ്ലി. നാളെ 24, 25, 26 നാളെ മറ്റന്നാളോ ആയിട്ട് ആ സെമിനാർ ലേറ്റക്കിലേക്കാക്കി ഉള്ളത് വെച്ചും കൊണ്ട് ഒന്ന് ആക്കിയിട്ട് അയച്ചു കൊടുക്കും.
ഒരു ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്, അതിൽ അയച്ചു കൊടുക്കാം. ഇത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നാഷണൽ കോൺഫറൻസ് തന്നെ ആക്കി മാറ്റിയത് തന്നെ. എന്തായാലും അതിലൊരു വീഴ്ചയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. പ്രത്യേകം. Okay, so I hope the 3 days of sessions were useful. Time to conclude, and okay, we will meet again with the last hour again, class. Okay, we can disperse now. Time for your next class. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you.